ഹായ്, പൾസ് എന്ന ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൾസ് എന്ന നമ്മുടെ ഈ ആരോഗ്യ പരിപാടി വിവിധ രോഗങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സാ രീതികളെയും കുറിച്ച് പൊതുജനങ്ങൾക്കും, അതായത് പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ പുതുമയുള്ളതാണ്. ബ്രെയിൻ ട്യൂമർ എന്ന ഒരു അസുഖത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് രോഗങ്ങളുടെ തന്നെ ഏറ്റവും കാഠിന്യമുള്ള അവസ്ഥകളിലൊന്നാണ്. സാധാരണഗതിയിൽ ഒരു ബ്രെയിൻ ട്യൂമർ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അവർ ഏകദേശം അവരുടെ ലൈഫ് സ്പാൻ കഴിയുന്നുവെന്ന്. എന്നാൽ അങ്ങനെ അല്ല. അത് എന്താണ് എന്ന് നമുക്ക് നേരിട്ട് തന്നെ അറിയാം. നമ്മോടൊപ്പം ഇന്ന് ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സകളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി ഡോക്ടർ പ്രവീണ മാഡം ആണ് കൂടെയുള്ളത്. പ്രവീണ മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. സാധാരണ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ട്യൂമറും ക്യാൻസറും ഒന്നാണോ എന്ന്. അതിൽ തന്നെ ഡോക്ടർ ചികിത്സിക്കുന്ന ബ്രെയിൻ ട്യൂമർ അത് എന്താണ് ഡോക്ടർ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസ് ഓഫ് സെൽസ് മാത്രമാണ്. പക്ഷേ അത് നമ്മൾ ഇപ്പോൾ മറ്റുള്ള ഭാഗത്തേക്ക് പകരണ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്, അതായത് സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പറയുന്നതാണ് നമ്മൾ ക്യാൻസർ എന്ന്. നമ്മൾ ഇപ്പോൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് ട്യൂമർ. അതായത് നമ്മൾ ഞാൻ ബ്രെയിൻ ട്യൂമർ ചികിത്സിക്കുന്നതുകൊണ്ട് ബ്രെയിനിൽ മാത്രമാണ് ആദ്യമായിട്ട് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൈമറി ആണ്. പക്ഷേ മറ്റുള്ള ഭാഗത്ത് ട്യൂമർ ഉണ്ടായിട്ട് അവിടെ നിന്ന് ബ്രെയിനിലേക്ക് വരികയാണെങ്കിൽ അത് സെക്കൻഡറി ആണ്. അപ്പോൾ ട്യൂമറും ക്യാൻസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ട്യൂമർ സെൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ കുറച്ച് മാസ് ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ ബ്രെയിനിൽ ഉണ്ടാവുന്ന സെൽസ്, ബ്രെയിൻ ട്യൂമേഴ്സ്. പക്ഷേ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺകൺട്രോൾഡ് ആയിട്ട് സെൽ ഡിവിഷൻ ഉണ്ടായിട്ട് പൊട്ടൻഷ്യലാണ് മറ്റുള്ള ഭാഗത്തേക്ക് പകരാൻ വേണ്ടിയിട്ട്. അതിനെ പറയുന്നതാണ് ക്യാൻസറസ് എന്ന്. അത് മാലിഗ്നൻറ്റ് സെൽസ് ആണ് അത്. ഡോക്ടർ, ബ്രെയിൻ ട്യൂമറിൻ്റെ പല അവസ്ഥകളും ഡോക്ടർ സംസാരിച്ചു. ഇതിൽ ഡോക്ടർ ചികിത്സിക്കുന്ന ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്? അത് കറക്റ്റായിട്ട് അതിന് റിസൾട്ടൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണോ? അതായത് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്ലിയോമ, ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം പറയാം, കുട്ടികളാണ് അത് ചികിത്സിച്ചിട്ടുള്ളത്. അത് ഒപ്റ്റിക് നെർവിന് ചേർന്നിട്ട്, കയാസ്മേലല്ല ചേർന്നിട്ട്. അപ്പോൾ അവനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച ബ്ലറിങ് ആയിട്ട് വരെ ചെയ്ത് ആദ്യം. അപ്പോൾ നോക്കുമ്പോൾ അത് ഒപ്റ്റിക് നെർവിൻ്റെ അവിടെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കേസ് വിളിച്ചിട്ടുണ്ട് ഒരാൾ, അത് ചെറിയൊരു കുട്ടിയാണ്. അത് നമ്മൾ ഒരാഴ്ച നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി റിവേഴ്സായി തുടങ്ങും. അതൊരു ഭയങ്കര, സാധാരണ നമ്മളിപ്പോൾ ഒരു സർജറി മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കണ്ണൊന്നും അതായത് വിഷനൊക്കെ പോയത് തിരിച്ചു വരും. പക്ഷെ ഇതിലെങ്ങനെയാ വെച്ചാൽ നമുക്ക് പോയത് വരും ചെയ്യും, സെൻസസൊക്കെ തിരിച്ചു വരും ചെയ്യും. അതിൻ്റെ കൂടെ ട്യൂമറിൻ്റെ സൈസ് കുറയും. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് ബ്രെയിൻ ട്യൂമർ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തത്, നെക്രോസിസോ ഹൈഡ്രോസിഫാലസോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഭയങ്കര പ്രഷറായിരിക്കുമല്ലോ തലയുടെ ഉള്ളിൽ, അതൊന്നും ഇല്ല, ബ്രെയിൻ ട്യൂമർ ഇങ്ങനെ വളർന്നു വരണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 2 സെൻറ്റിമീറ്ററോളൊക്കെ കുറഞ്ഞു കിട്ടും ഫസ്റ്റ് 7 ദിവസം കൊണ്ട് തന്നെ. 21 ദിവസമൊക്കെ ധാരാളം മതി MRI അല്ലെങ്കിൽ CT സ്കാൻ എടുക്കുമ്പോൾ അതില്ലാന്ന് കാണിക്കുക. ഇപ്പോൾ ഒരാൾ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ 7 ദിവസം കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ CT എടുക്കാൻ പറയും പേഷ്യൻസിൻ്റെ അടുത്ത്. പിന്നെ ഇപ്പോൾ വേറൊരു കേസ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോളസ്റ്റിക് ന്യൂറോമ, അതായത് ഒരു ഷെനോമ ട്യൂമറാണ് അത്. അതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി കേൾക്കണില്ല പെണ്ണ്. അവർ 10-35 വയസ്സുള്ള സ്ത്രീയാണ്. അവർക്ക് തീരെ ചെവി കേൾക്കില്ല. അങ്ങനെ പതുക്കെ ചെവിയുടെ ശബ്ദം കുറഞ്ഞ് ഇങ്ങനെ കേൾക്കാതെയായി, തീരെ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ നടക്കാൻ പറ്റില്ല, ഭയങ്കര തലവേദന, ഇങ്ങനെ ബാലൻസ് പോകുന്നൊക്കെയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നല്ല വലിയ ട്യൂമറാണ് ആ പെണ്ണിൻ്റെ. അത് അത്രയ്ക്ക് പതുക്കെ വളരുള്ളൂ ആ ട്യൂമർ. പക്ഷേ അത് ഞാൻ 7 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് ഇതേപോലെ തന്നെ 2 സെൻറ്റിമീറ്റേഴ്സ് കുറഞ്ഞ് കിട്ടി. അത് പക്ഷേ അവർക്ക് കുറേ കോംപ്ലിക്കേഷൻസും കൂടി ഉണ്ട്, എന്നിട്ട് പോലും 2 സെൻറ്റിമീറ്റർ കുറഞ്ഞ് കിട്ടി. പിന്നെ വേറെ ഇപ്പോൾ പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് ഇഷ്ടംപോലെ വരുമെങ്കിൽ, അതായത് അഡിനോമാസ് ആയിരിക്കും, അത് മൈക്രോ അഡിനോമാസ് ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇങ്ങനെ സൈഡ് വിഷനാണ് അവർക്ക് പോവുക. ആ വിഷൻ ഫസ്റ്റ് ദിവസം തന്നെ അവർക്കൊക്കെ തിരിച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല, ഹോർമോൺസിലാണ് വ്യത്യാസം വരിക. അപ്പോൾ നമ്മൾ ഹോർമോണൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ അവിടെ റിസൾട്ട് വരും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ CT/MRI എടുക്കാൻ പറയുമല്ലോ, അപ്പോഴൊക്കെ റിസൾട്ട് അത് നല്ല റിസൾട്ടാണ് വരാറ് അഡിനോമാസിനൊക്കെ. പിന്നെ മെനിജിയോമാസ്, അതൊന്നും അത്ര സീരിയസ് ട്യൂമേഴ്സ് ഒന്നും അല്ല, അത് ചെറിയ സൈസ് ഉള്ളതായിരിക്കും, നമ്മുടെ മെനിഞ്ചസിൽ വരുന്നതാണ്, അതൊക്കെ നോർമലായി. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഹെഡ് ഏക്ക് ആയിരിക്കും, ഭയങ്കര സ്ട്രെസ്സേഴ്സ് ആയിരിക്കും, കോഗ്നിറ്റീവ് സ്വഭാവങ്ങളെല്ലാം അത് ഒക്കെ ശരിക്കും അവർക്ക് കൺട്രോൾ ഇല്ലായിരിക്കും, അവരുടെ പ്രവർത്തിക്കണേനും നടക്കണേനും പല സ്ഥലങ്ങളിൽ വരുന്നതിനനുസരിച്ച്. അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ
അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഈ ചികിത്സയിലെ ഏറ്റവും പ്രത്യേകത ട്യൂമർ മാറലും മാത്രമല്ല, ട്യൂമർ ഇതാ വരുമ്പോൾ പല നെർവസ് ടിഷ്യൂ നാശമായിട്ട് കോഗ്നേറ്റീവ് ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വിഷനും സെൻസസും ഒക്കെ ഹിയറിങ്ങും ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. അതെല്ലാം റിവേഴ്സ് ആവുന്നുള്ള ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. അല്ലാണ്ട് വെറുതെ ഒരു ട്യൂമർ മാറ്റിയെന്ന് മാത്രം ആൾക്കാർക്ക് ലൈഫിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ ഇതേപോലത്തെ രോഗങ്ങളാണ് നോക്കാറ്. ഡോക്ടർ, ബ്രെയിൻ ട്യൂമറിന് ഡോക്ടറുടെ ചികിത്സ വളരെ ഫലപ്രദമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഡോക്ടറുടെ എന്താണ് ഡോക്ടറുടെ ചികിത്സ? ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദ ചികിത്സയാണിത്, പ്യുവർലി ആയുർവേദ ചികിത്സയാണ്. ഇതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പിയും ജീൻ തെറാപ്പി ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡെവലപ്പ് ചെയ്ത് വരികയാണ് ട്യൂമർ ചികിത്സയ്ക്കും ക്യാൻസർ ചികിത്സയ്ക്കും ഒക്കെ എല്ലാ നാടുകളിലും. അപ്പോൾ അതൊരു സ്ട്രൈക്കിംഗ് പോയിൻ്റായിട്ട് ഞാൻ എടുത്തിട്ട് അത് വല്ലാതെ ആയുർവേദത്തിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കുകയും ചെയ്തു. കാരണം ഹാർട്ട് പേഷ്യൻസിനെ നോക്കിയിട്ട് മയോകാർഡിയം ഡെഡ് ആയിട്ട് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ ഇതിനും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടാവും നോക്കുമ്പോൾ ഞാൻ ഇമ്മ്യൂണോ തെറാപ്പിയിൽ ബേസ് ചെയ്തിട്ട് ആയുർവേദത്തിൽ ഈ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന മരുന്നുകൾ ഞാൻ ഒരുപാട് കോമ്പിനേഷൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ജീൻ തെറാപ്പി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജീനിൽ ഇത് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് മിക്ക ട്യൂമർ സെൽസും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യണ്ടേ, മാറിക്കഴിഞ്ഞാൽ മാത്രമല്ല പിന്നെ വരാതിരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു. ഈ മരുന്നിൻ്റെ കൂടെ 7 മണിക്കൂർ 7 ദിവസം, അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ. അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവരിനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, അപ്പോൾ മെഡിറ്റേഷൻ, ഒരു മ്യൂസിക് ഉണ്ട്, അതും ഇട്ടിട്ട് നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സ്, മ്യൂട്ടേഷൻ വരാനുള്ള ആ പ്രോസസ്സിനെയും കൂടിയും ഒന്ന് കട്ട് ചെയ്തിട്ട് 7 മണിക്കൂർ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട്. ആ മരുന്നിന് ഭയങ്കര ആക്ഷൻ വരുന്നുണ്ട്. അതായത് കാമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ആ മരുന്നിന് ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യണ പോലെ തന്നെ ഈ ആയുർവേദത്തിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ആക്ഷൻ ഒരു 10,000 മടങ്ങെന്ന് പറയാം. അത്രമാത്രം ആക്ഷൻ എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ് ഈ ചികിത്സ ഞാൻ ചെയ്താൽ വലിക്കുമെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ഞാൻ. അതപ്പോൾ 7 ദിവസമാണ് ഇവിടുത്തെ ചികിത്സ, 7 മണിക്കൂർ 7 ദിവസം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് MRIയും CT സ്കാനൊക്കെ ഡോക്ടറെ അടുത്ത് വിട്ടിട്ട് നമ്മളെടുത്ത് നോക്കും. അതിൽ ഞാൻ പറഞ്ഞ പോലത്തെ വ്യത്യാസങ്ങൾ പിന്നെ സെൻസറി ആയിട്ടുള്ള എല്ലാ ഇതും തിരിച്ചു വരുന്നതിൻ്റെ കൂടെ തന്നെ ഇത് പ്രസ് ചെയ്ത ഭാഗം ത്തിൻ്റെ ഷേപ്പൊക്കെ പോയിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ സൈസും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 21 ദിവസമാണ് ഇവിടുത്തെ ചികിത്സ കംപ്ലീറ്റ് ആക്കുക. ഡോക്ടർ ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറഞ്ഞല്ലോ. മോഡേൺ മെഡിസിനിൽ സാധാരണഗതിയിൽ സർജറിയാണ് പൊതുവെ ഓപ്റ്റ് ചെയ്യുന്നത്. അത് അല്ലാതെ തന്നെ ഡോക്ടറുടെ ചികിത്സയും മരുന്നും കൊണ്ട് ഈ അസുഖം മാറും എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? അതായത് ഇപ്പോൾ സർജറി ചെയ്യാൻ ഇപ്പോൾ ഓപ്ഷൻ സർജറിയാണ്, പിന്നെ കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി, ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് എങ്ങനത്തെ പേഷ്യൻസ് ആണെന്ന് പറയുക സർജറി ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ഒപ്റ്റിക് നെർവിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഹിപ്പോ ക്യാമ്പസിലാണ്, അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സർജറി ചെയ്താൽ തന്നെ സെൻസറി ഓർഗൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഓരോ രോഗങ്ങൾ പറയാൻ, ഇപ്പോൾ ന്യൂറോഫൈബ്രോമാറ്റോസിസ് വന്നിട്ടൊരു കുട്ടി 5 പ്രാവശ്യം കുട്ടി സർജറി ചെയ്തതാണ്. അതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒപ്റ്റിക് നെർവിൽ വന്നത് കുട്ടിക്ക് 2 വർഷമായിട്ട് കാഴ്ച ശക്തിയില്ല. പക്ഷേ ആ കുട്ടിക്ക് 5 പ്രാവശ്യം ഷണ്ട് ഇടുകയാണ്. എന്താണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വയറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അത് എടുത്ത് കളയാൻ പറ്റില്ല ആ കുട്ടിക്ക്. പക്ഷേ അങ്ങനത്തെ കുട്ടികളാണ് എൻ്റെ അടുത്തേക്ക് വരിക. അതൊരു ഓപ്ഷൻ. പിന്നെ സർജറി ചെയ്താലും രക്ഷപ്പെടാത്ത രോഗികൾക്ക് നമുക്കത് സൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും, ഉള്ളിലുള്ളത് ഉണ്ടാക്കാൻ പറ്റണേക്കാളും കൂടുതൽ എനിക്ക് സന്തോഷം തരുന്നത് ഒരു കുഞ്ഞേ മോൻ അല്ലെങ്കിൽ ഒരു 19 വയസ്സുള്ള ഒരു 30 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ കണ്ണ് കാണാണ്ടായി, പെട്ടെന്ന് ഒരു ദിവസം കണ്ണ് കാണില്ലെങ്കിൽ എന്ത് ചെയ്യും, ചെവി കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതുപോലെ കോർഡിനേഷൻ വരുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, സ്പേഷ്യലായിട്ടുള്ള റെക്കഗ്നിഷൻ വരുന്നില്ല, ആൾക്കാരിന് മനസ്സിലാകുന്നില്ല, ഇതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഇപ്പോൾ സർജറി ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കും. അവർക്ക് ഫർദറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നല്ലാതെ ഇതൊന്നും റിവേഴ്സ് ആക്കാൻ ഒരു ചികിത്സയ്ക്കും പറ്റില്ല. പക്ഷെ ഇതിലെനിക്ക് ഏറ്റവും ഈ ചികിത്സ ചെയ്യാൻ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് ഇതെല്ലാം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ ഇത് ട്യൂമർ സൈസ് കുറയുന്നത് വലിയ കാര്യം തന്നെ. ട്യൂമർ സൈസ് കുറയുന്നത് മാത്രമല്ല, എനിക്ക് കണ്ണ് കാണാത്തൊരു കുട്ടി കണ്ണ് കണ്ട് അവൻ ജീവിതത്തിൽ ഉയരുമ്പോൾ അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷം കുറച്ചൊന്നുമല്ല. ചെവി കേൾക്കാത്ത ഒരാൾക്ക് ചെവി കേൾക്കണു, നടക്കാൻ പറ്റണില്ല, ബാലൻസ് പോയിരിക്കണു, സ്പെഷ്യലായിട്ടുള്ള റെക്കഗ്നേഷനൊന്നും ഇല്ലാത്ത ആൾക്കാർ, അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്ത ആൾക്കാർ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അതൊക്കെ ആയിട്ട് സാധാരണ നോർമലാവും അവർ. ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന പോലെ ആയാൽ പിന്നെ നമ്മൾ സർജറി ചെയ്താൽ ഒരുപാട് വേറെ കോംപ്ലിക്കേഷൻസ് അതിൻ്റെ കൂടെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഓപ്പൺ ചെയ്തിട്ട്
ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അവരെന്ത് ചെയ്യും? അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാം, 100% വരാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും അതിൽ റിസൾട്ട് ഉണ്ടാവും, 100% ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ അത് ഡിപ്പെൻഡ് ഓൺ ദ പേഷ്യൻ്റാണ്. ചിലപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ കുറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇതൊക്കെ ബിനൈനായിരിക്കും, വളരെ അപൂർവം മാത്രമേ ഈ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് വരുന്നുള്ളൂ, ഗ്ലിയോബ്ലാസ്റ്റോമ പോലെയുള്ളതൊക്കെ അത് അങ്ങനെ വരുന്നുള്ളൂ. ബിനൈനായിട്ടുള്ള എല്ലാ ട്യൂമേഴ്സും എനിക്ക് നന്നായിട്ട് രോഗികളെ സഹായിക്കാൻ പറ്റാറുണ്ട്. അതാണ് അലോപ്പതി ചികിത്സ അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സയും ഇത് തമ്മിലൊരു വ്യത്യാസം. ഏത് സെൻസറി ഓർഗൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ഭാഗം ട്വിസ്റ്റായി പോയി, പാരലൈസ് ആയി പോയിട്ടുണ്ടായിരിക്കും, വീക്ക്നെസ് വന്നിട്ടുണ്ടാവും, ഇതൊക്കെ എനിക്ക് റിവേഴ്സ് ആക്കാൻ പറ്റും ഈ ചികിത്സയിൽ. അത് 21 ദിവസം കാട്ടുന്നത്, അതിനൊക്കെ 7 ദിവസം മതി. ട്യൂമറിൻ്റെ സൈസ് ഫുൾ നന്നായി, ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളത് ഫുൾ നന്നായിട്ടൊന്ന് കുറയാം, 1.8 അല്ലെങ്കിൽ 0.5 ഒക്കെ ആയിട്ട് കുറയാനാണ് 21 ദിവസമൊക്കെ. 7 ദിവസം കൊണ്ട് നമുക്ക് കിട്ടാനുള്ള അത്രയും മതി ശരിക്കും ഒരു രോഗിക്ക്. കുഞ്ഞു കുട്ടിയൊക്കെയാണ് മാത്രമേ മുഴുവൻ മാറ്റാൻ വേണ്ടി നിർത്തേണ്ട ആവശ്യമൊക്കെ ഉള്ളൂ. ഡോക്ടർ ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചിട്ട് അതിൻ്റെ ചികിത്സകളെക്കുറിച്ചും ഡോക്ടറുടെ അനുഭവങ്ങളെക്കുറിച്ചും വിശദമായി ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ അസുഖമാൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത ഡോക്ടർക്ക് നന്ദി. നന്ദി, നമസ്കാരം.